അയാൾക്ക് സാലറി ഇൻകം ആണുള്ളത്, പക്ഷെ കമ്പനിയിൽ നിന്ന് അങ്ങനെ സാലറി സ്ലിപ്പ് പോലുള്ള ഡോക്യുമെന്റ്സ് ഒന്നും കിട്ടാറില്ല. അപ്പൊ പിന്നെ അയാൾക്ക് എങ്ങനെയാണ് ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻകം നമ്മൾ സ്വയം ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഒന്നും ഫയൽ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരാറില്ല. സാലറി സ്ലിപ്പൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻകം എത്രയുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള സാലറി സ്ലിപ്പൊക്കെ കിട്ടിയില്ല എന്ന് വരാം. പക്ഷേ സാലറി സ്ലിപ്പ് ഇല്ലെങ്കിൽ പോലും ബാങ്കിൽ വന്ന ഫണ്ട് എത്രയുണ്ടെന്ന് നോക്കി, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി നമ്മളൊരു മന്ത്ലി 1 lakh അബവ് സാലറി ഒക്കെ മേടിക്കുന്ന ആളുകളാണെങ്കിൽ എംപ്ലോയർ ഓൾറെഡി സാലറിയിൽ നിന്നും ടാക്സ് കെട്ടിയിട്ടുണ്ടായിരിക്കും. അന്നേരം അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ എംപ്ലോയർ ഫോം 16 എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ഇഷ്യൂ ചെയ്യും. ഫോം 16 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മുടെ സാലറിയുടെ പ്രോപ്പർ ആനുവൽ ബ്രേക്കപ്പ് പോലുള്ള കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് സിസ്റ്റം ഓഫ് ടാക്സേഷനാണ് നല്ലതെന്ന് പരിശോധിക്കുക. നിലവിൽ 2 സിസ്റ്റം ഓഫ് ടാക്സേഷനാണ് ഉള്ളത്. ഒന്നിൽ ടാക്സ് റേറ്റ് കൂടുതലാണ്, പക്ഷേ ടാക്സ് സേവിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കും. രണ്ടാമത്തതിൽ ഈ ടാക്സ് സേവിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ബെനിഫിറ്റ് ഒന്നും എടുക്കാൻ സാധിക്കില്ല, പക്ഷേ ടാക്സ് റേറ്റ് താരതമ്യേന നല്ല കുറവായിരിക്കും. ഇതിൽ നമുക്ക് ഏത് സിസ്റ്റമാണ് ബെനിഫിഷ്യൽ, എവിടെയാണ് ടാക്സ് കുറവ് എന്നുള്ളത് പരിശോധിക്കുക. ഇത് ഓരോ കൊല്ലം നിർബന്ധമായിട്ടും പരിശോധിക്കുക. കാരണം കഴിഞ്ഞ കൊല്ലം ഫോളോ ചെയ്ത സിസ്റ്റം തന്നെ ഈ കൊല്ലം ബെനിഫിഷ്യൽ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. കഴിഞ്ഞ കൊല്ലം ഫോളോ ചെയ്ത സിസ്റ്റം തന്നെ ഈ കൊല്ലം ഫോളോ ചെയ്യണമെന്നും നിർബന്ധമില്ല. അപ്പം ഏതാണോ ബെനിഫിഷ്യൽ അത് ഫോളോ ചെയ്യുക. സാലറി മാത്രമുള്ള ആളുകളാണെങ്കിൽ ജൂലൈ 31 റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. അപ്പം സമയത്തിനുള്ളിൽ തന്നെ റിട്ടേൺസ് ഫയൽ ചെയ്യുക.